അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് മഹാരാഷ്ട്രയിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഗ്ലോബൽ വിഭാസന പഗോഡ. ഇത് സ്ഥിതി ചെയ്യുന്നത് ബോരിവാലി എന്ന സ്ഥലത്ത് ഗോരായി എന്ന വില്ലേജിലാണ് കേട്ടോ. സോ നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ട് ലോക്കൽ ട്രെയിൻ തന്നെ ശരണം. ട്രെയിൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് റൂട്ടാണ് പോകുന്നത് ഒന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. അവസാനം ചോദിച്ചറിഞ്ഞും കണ്ടറിഞ്ഞും ഞങ്ങൾ ഒരു സ്ഥലത്തെത്തി വെയിറ്റ് ചെയ്തു. അവസാനം നമ്മുടെ ട്രെയിനും വന്നു, അതിൻ്റെ അകത്തേക്ക് കയറി. ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന ആൾക്കാരോട് ഒന്നുകൂടി ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ കയറിയിരുന്നത്. പിന്നെ ഏത് ട്രെയിനിലാണെങ്കിലും ഈ ഒരു കലാപരിപാടി അതൊരു സ്ഥിരം കാഴ്ച തന്നെയാണ്. ട്രെയിനിൽ ആദ്യം കയറിയിരുന്നപ്പോൾ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് പോകെ തിരക്ക് കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് തള്ളിക്കയറ്റം തന്നെയായിരുന്നേ. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മളെ തന്നെയും പിന്നെ നമ്മുടെ സാധനങ്ങളും സൂക്ഷിക്കേണ്ടതായിട്ട് ഇരിക്കേണ്ടത്. നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങൾ കണ്ടപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് പേടിച്ചായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും അവരുടെ ഫേസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ ഒരുമാതിരി നോട്ടായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ഫേസ് വെച്ചുള്ള യാതൊരു വീഡിയോയും ഞാൻ എടുത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി, ബോരിവാലി. ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് ഇറങ്ങിയെന്ന് പോലും എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നം മാത്രമാണ്. കാരണം അതേ രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളായിരുന്നു. ഇറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. ഇതിൻ്റെ എക്സിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ ഈസ്റ്റും വെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ഏത് ഭാഗത്താണ് വരുന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ പോലും ഉണ്ടായില്ല. അവസാനം നമ്മുടെ ഗൂഗിളും യൂട്യൂബും തന്നെ ശരണം. അങ്ങനെ അവിടെ കിടന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് ലാസ്റ്റ് ഈസ്റ്റും വെസ്റ്റും എവിടേക്കാണെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു. പിന്നീട് അങ്ങോട്ട് നടപ്പാത, അതായത് പോകുന്ന വഴിക്കാണെങ്കിലും ഇതുപോലത്തെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളായിട്ട് കുറേ ആൾക്കാർ അവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല. അതായത് ഞാൻ അവിടെ ഒരു പർച്ചേസിങ് നിന്നില്ല. അവിടെ നിന്ന് നേരെ എക്സിറ്റും കണ്ടുപിടിച്ചു, ഒരു ഓട്ടോയും പിടിച്ച് നേരെ കയറി. ഓട്ടോയിൽ നമ്മൾ എന്തായാലും പറയുകയും ചെയ്യേണ്ട ഒരു കേട്ടോ അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് കിട്ടിയ ഓട്ടോ ചേട്ടൻ അതെന്തായാലും എനിക്കൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. കാരണം വേറൊന്നുമില്ല, മീറ്ററിൽ കാണിക്കുന്ന റേറ്റ് തന്നാൽ മതി എന്നും പറഞ്ഞാണ് എന്നെ അകത്തേക്ക് കയറ്റിയത്. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഫെറിയിലേക്കാണ്, അതായത് ജെട്ടി. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ബോട്ട് സംവിധാനം വഴിയാണ് നമ്മൾ അക്കരെ എത്തേണ്ടത്. അതായത് ഈ പഗോഡയിലേക്ക് നമ്മൾ എത്തേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഓട്ടോ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് 63 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയത്. പിന്നെ ആ ഫെറി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ കച്ചവടത്തിനായിട്ട് കുറേ അമ്മച്ചിമാർ അപ്പുറം ഇപ്പുറമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അതായത് മീനും വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ പഗോഡയിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഈ പഗോഡ മാത്രമല്ല നമുക്ക് കാണാനായിട്ടുള്ളത്, അവിടെ കുറച്ച് പാർക്ക് കാര്യങ്ങളുണ്ട്. അതായത് ബേഡ്സ് പാർക്ക്, അമ്യൂസിംഗ് പാർക്ക്, അങ്ങനെ സംഭവങ്ങളും പിന്നെ ഈ ഗ്ലോബൽ വിഭാസന പഗോഡ. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മറ്റുള്ള സംഭവങ്ങളിൽ കയറാൻ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ നമ്മൾ ആ പഗോഡയിലേക്ക് മാത്രം ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ബേഡ്സ് പാർക്ക്, അമ്യൂസിംഗ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തിയേനെ. കാരണം വേറെ ഒന്നുമല്ല, അവിടെ നമുക്ക് ടൈമിംഗ് പറഞ്ഞേക്കുന്നത് 10 to 6 മണി. 6 മണി വരെയാണ് നമുക്ക് ബോട്ടിംഗ് സർവീസ് ഉള്ളൂ. അതിനുശേഷം ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തേയില്ല. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു 100% വിശ്വാസം പോലും എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പഗോഡയിലേക്ക് മാത്രമുള്ള ടിക്കറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായുള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ കപ്പിത്താൻ. പുള്ളി വീഡിയോ എടുക്കാനായിട്ട് ക്രൂരമായ രീതിയിലാണ് നോക്കിയത്. അതെന്തിനാണോ അങ്ങനത്തെ ഒരു നോട്ടം നോക്കിയത് തമ്പുരാനറിയാം. അത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ കുഞ്ഞിക്കൂനി സിനിമയിലെ വാസുവണ്ണനെ ഓർമ്മ വന്നത്. ആ കണ്ണും കൂടി ചുവന്നായിരുന്നെങ്കിൽ കറക്റ്റായേനെ. പിന്നെ പുള്ളിയുടെ സ്ഥായിഭാവം അങ്ങനെ ആയിരിക്കാം, തമ്പുരാനറിയാം. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആ പഗോഡയുടെ മേൽക്കൂര കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഫുള്ള് ഒരു ഗോൾഡൻ കളറായിട്ടാണ് ആ ഗ്രീനറിയിൽ ആ ഒരു ഗോൾഡ് എറിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നെനിക്കറിയില്ല. പക്ഷെ ആ ഒരു സംഭവം നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് അടുപ്പിച്ചു. അങ്ങോട്ട് നടക്കുന്തോറും ആ ഒരു ഗോൾഡൻ കളർ മാത്രമായിരുന്നു എൻ്റെ കണ്ണിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഇനി സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണോ? അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേരം തോട്ടുപോയത്. അങ്ങോട്ടേക്കുള്ള മെയിൻ എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് ഇതുപോലത്തുള്ള പരസ്യങ്ങൾ പിന്നെയായിട്ട് അവർ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് അതൊന്നും കാണാനായിട്ടുള്ള സമയം കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എന്തായാലും പാർക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ ഈ വഴിക്ക് വരേണ്ടി വരുമോ എന്നൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ആരോ മാർക്ക് കാര്യങ്ങളൊക്കെ കണ്ടു. അതായത് പാർക്കിലേക്ക് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ പഗോഡയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള ആരോ മാർക്ക്, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല.
ഫ്രണ്ടിൽ പോയ ആൾക്കാരുടെ പുറകെ തന്നെ ഞാനും വെച്ച് പിടിച്ച്. എന്തായാലും ഭാഗ്യത്തിന് വഴി തെറ്റിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ലോട്ടിലോട്ട് സാധനങ്ങൾ, അതായത് കൂൾ ഡ്രിങ്ക്സ്, വടാപ്പാവ്, മാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് റിഫ്രഷ്മെൻറ്റിൻ്റെ ഒക്കെ ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. പോകെ ആ ഗോൾഡൻ കളർ ഗോപുരം കണ്ടു കഴിഞ്ഞപ്പോൾ 100% ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എന്തായാലും വഴി തെറ്റിയിട്ടില്ല. ഇങ്ങോട്ടേക്കുള്ള ആ ഒരു അത് ശരിക്കും ഒരു നാട്ടുമ്പുറത്തോടെ നമ്മൾ നടക്കില്ലേ, അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാണ്ഡ സംഭവം തന്നെയായിരുന്നു ഇതെന്തായാലും. അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ വെയിലെത്തി ഈ ഗോൾഡൻ കളറൊക്കെ ശരിക്കും നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് എറിച്ച് നിൽക്കും എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിലിന് രണ്ട് ക്യൂ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷോർട്സ്, സ്ലീവ്ലെസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ തുണി ഉടുപ്പിച്ച് വിടും. അതായത് ഇവിടെ കുറേ ലുങ്കിമുണ്ട് കാര്യങ്ങൾ, സ്കാർഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉടുപ്പിച്ച് പൊതിഞ്ഞ് കെട്ടിയായിരിക്കും നമ്മളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും മേളിലേക്ക് നമുക്ക് അലോ ചെയ്യത്തില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു എൻട്രൻസ്, അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു കാണേണ്ട സംഭവം തന്നെയാണ്. ശരിക്കും ഒരു ബ്രഹ്മാണ്ഡ സംഭവം എന്ന് തന്നെ പറയേണ്ടതായിട്ടിരിക്കുന്നു. ആ ഒരു ഗോൾഡൻ കളർ നമ്മുടെ കണ്ണിൽ തട്ടിയിട്ട് നമുക്ക് വേറൊന്നും കാണാനായിട്ട് പറ്റില്ല ആ വെയിലത്ത്. കാരണം അമ്മാതിരി വെയിലും കണ്ണ് ശരിക്കും മഞ്ഞളിച്ച് പോകുമെന്ന് പറയില്ലേ, ആ ഒരവസ്ഥ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുറേ ആൾക്കാർ അതിൻ്റെ മേളിൽ കയറിയിട്ട് ബെല്ലടിക്കുന്നു, അതായത് മണി അടിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. എന്നാൽ പിന്നെ ഞാനും ഒട്ടും കുറയ്ക്കണ്ട, ഞാനും അങ്ങോട്ടേക്ക് തന്നെ കയറി. അതായത് ബെൽ ടവർ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ മണി അടിക്കാൻ വേണ്ടി ക്യൂ. അവസാനം ഞാനും ഒന്ന് അടിച്ചു നോക്കി. എൻ്റെ പൊന്ന് വിചാരിക്കുന്നത് പോലെ അല്ല കേട്ടോ, നല്ല രീതിയിൽ മുഴക്കമുണ്ട്, ചെവി ഒന്ന് വിജിലിമ്പിച്ചു പോവും. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. എന്താ പറയുക, ഇത് പണിത ആളെന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഗാലറി ഞാൻ കാണുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അകത്തേക്ക് ഒന്ന് കയറി നോക്കി. അതിൻ്റെ അകത്തേക്ക് ചെരുപ്പ് കാര്യങ്ങളൊന്നും കയറ്റത്തില്ല, അതുകൊണ്ട് എല്ലാം ഷെൽഫിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അകത്ത് അലൗഡ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചരിത്രം കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള കാര്യം മനസ്സിലായത്. ഈ കാണുന്നതായിട്ട് നമ്മൾ ഏറ്റവും മേളിൽ കയറി കഴിഞ്ഞിട്ട് എൻട്രൻസിലേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പെരിമെൻ്റൽ ഗാലറി കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. വിഭാസന എന്ന് മീൻ ചെയ്യുന്നത് നമ്മൾ തന്നെ നിരീക്ഷിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് വിഭാസന എന്ന് പറയുന്നത്. അതായത് പ്രാചീന ഭാരതത്തിലെ ഒരു ധ്യാന മുറയാണ് ഈ വിഭാസന യോഗ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സാക്ഷിയാക്കിയിട്ട് നമ്മളെ തന്നെ നിരീക്ഷിക്കുന്ന ആ ഒരു പ്രക്രിയ. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗൗതമ ബുദ്ധനാണ് ഈ ഒരു വെളിപാടുണ്ടായത്. ജീവിത ദുഃഖങ്ങളുടെ കാരണം തേടിയലഞ്ഞ ഗൗതമ സിദ്ധാർത്ഥൻ പിന്നീട് ചെന്നെത്തിയത് ഈ വിഭാസന ധ്യാന പരിശീലനത്തിലേക്കാണ്. അതായത് ജീവിത ദുരന്തങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് പുള്ളിക്ക് വെളിവാക്കി കൊടുത്തത് ഈ വിഭാസന ധ്യാന പരിശീലനമാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു ധ്യാനം ശരിക്കും ഏകാഗ്രതയോടെ, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം ഈ ഒരു ധ്യാനം ചെയ്യേണ്ടത്. അതായത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. നമുക്കുണ്ടാകുന്ന ഏതൊരു മാനസിക പ്രശ്നങ്ങളും നമ്മൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഈ ശ്വാസ നിയന്ത്രണത്തിലൂടെ എല്ലാം കൈപ്പിടിയിലാക്കും എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ശരിക്കും ഒരു നേരം പോക്ക് എന്ന രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. ശരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവൂ എന്നാണ് ഇവർ പറയുന്നത്. ഇതിലൂടെ എല്ലാ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ഋഷിവരന്മാർ കൈമാറി വന്നിട്ടുള്ള ഒരു ശാസ്ത്രമുറയാണിത്. ഈ കാണുന്ന ഈ ഒരു ഹാളിലുണ്ടല്ലോ, അവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും മെഡിറ്റേഷൻ എന്താണ് എന്ന് ഫീൽ ചെയ്യാനായിട്ട്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എല്ലാവരും അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞതിനകത്ത് വേറെ പരിപാടിയായിട്ടൊന്നുമില്ല. അതായത് ഒരിടത്ത് സ്വസ്ഥമായിട്ട് വെറുതെ ഇരിക്കുക, ശ്വാസം വരുന്നതും പോകുന്നതും മാത്രം നിരീക്ഷിക്കുക. അതായത് മൂക്കിൻ്റെ അറ്റത്ത് തട്ടി പുറത്തേക്ക് ശ്വാസം വരുന്നതും ആ ഭാഗങ്ങളിൽ കൂടി വീണ്ടും അകത്തേക്ക് പോകുന്നതും അത് റിപ്പീറ്റായിട്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഇന്ത്യയിലും മ്യാൻമാർ, ടിബറ്റ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലാണ് ഈ ഒരു വിദ്യ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. 1997, അതായത് ഞാൻ ജനിച്ച വർഷത്തിലാണ് ഇവർ ഈ പഗോഡയുടെ നിർമ്മാണത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്തു തുടങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് 2000-ലാണ് ഈ ഒരു പഗോഡയുടെ ഈ ഒരു പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 to 2008 ഏകദേശം അത്ര വർഷം വേണ്ടി വന്നു ഈ ഒരു പഗോഡയുടെ ഈ ഒരു പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 2008 നവംബറിൽ ഇതിൻ്റെ പണി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി.
അങ്ങനെ 2009 ഫെബ്രുവരി 8-നാണ് ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ ഈ ഒരു പഗോഡ ഉദ്ഘാടനം ചെയ്യുന്നത്. സമാധാനത്തിൻ്റെയും ഒരുമയുടെയും ഒരു സ്മാരകമായിട്ടാണ് ഈ ഒരു പഗോഡ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. സയാഗി എന്ന ഈ സ്റ്റാച്യൂവിൽ കാണുന്ന ഈ ഒരാളുടെ സ്മരണയ്ക്കായിട്ട് ഇതിവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിഭാസന യോഗ ഗുരുവും സ്വാതന്ത്ര്യ ബർമയിലെ ആദ്യത്തെ അക്കൗണ്ടന്റ് ജനറലുമായിരുന്നു ഈ സയാഗി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ ഹാളാണ് ഈ ഗ്ലോബൽ വിഭാസന പഗോഡ. ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അതായത് ഇതിൻ്റെ ഓരോ കോർണറിലും ആ ഒരു മ്യൂസിക്കൽ ഒരു ഇൻസ്ട്രുമെൻ്റൽ ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസാണ് ഇവിടെ വന്നിട്ടുണ്ട് ഫുള്ള് നമുക്ക് കിട്ടുന്നത്. പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് ഇതിൻ്റെ മെയിൻ ഹാളിലേക്ക് കയറാനായിട്ട് ഞാൻ നോക്കിയിട്ടോ. ഇതിനകത്ത് ഏകദേശം 8 എൻട്രൻസ് ആണ്, അതായത് 8 ഡോറാണ് ഇതിനകത്ത് ടോട്ടലായിട്ട് വരുന്നത്. അതിനകത്ത് ആകെ 2 ഡോറ് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്തില്ലെങ്കിൽ പിന്നീട് ആ ഡോറ് തപ്പി നമ്മൾ ചുറ്റും കറങ്ങേണ്ടതായിട്ട് വരും. അകത്തേക്ക് എൻട്രി ചെയ്യാൻ പോയപ്പോൾ പിന്നീട് എന്നെ ആകർഷിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇവിടുത്തെ ആ ഒരു കൊത്തുപണി, ആ ഒരു സ്ട്രക്ചറില്ലേ, അതായത് എല്ലാ ഡോറിൻ്റെയും അത് ഫുള്ളും ആ ഒരു പഗോഡ ഫുള്ളും ഈ ഒരു രീതിയിൽ ഈ ഒരു സ്ട്രക്ചറിലാണ് എല്ലാ പണികളും ചെയ്തു വെച്ചേക്കുന്നത്. അതായത് നമുക്ക് കാണുമ്പോൾ താജ്മഹൽ 4 വശത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരേപോലെ കാണുന്നു എന്ന രീതിയിലാണ് ഇവിടെ എല്ലാ വശത്തും നോക്കിയാലും ഒരേ രീതിയിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് അതായത് മെയിൻ ഹാളിലേക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അതുമാത്രമല്ല നമുക്ക് ആർക്കും അതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല. അതായത് അവിടെ മെമ്പർഷിപ്പ് പോലത്തെ എന്തോ ഒരു ടാഗ് കഴുത്തിലുള്ളവർക്ക് മാത്രമാണ് ആ മെയിൻ ഹാളിലേക്ക് എൻട്രി കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ജസ്റ്റ് പോവുക, അവിടെ നിന്ന് ആ ഹാള് ഫുള്ളൊന്ന് കാണുക, തിരിച്ചു വരിക, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഇരിക്കാനോ അധികം നേരം നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാനോ അവർ നമുക്ക് സമ്മതിച്ചു തരത്തില്ല. ശരിക്കും ആ ഒരു ഹാളിൽ ഒരു താങ്ങായിട്ട് ഒരു തൂണ് പോലും ഇല്ല. അവർ പറയുന്നത് തൂണുകളൊന്നും ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ വിസ്താരമേറിയ അർദ്ധകുംഭകമാണ് ഇവിടുത്തെ ധ്യാനമുറി എന്നാണ്. അതായത് ഇവിടുത്തെ സ്ട്രക്ചറൽ സിസ്റ്റം എന്ന് പറയുന്നത് അർദ്ധകുംഭകം എന്ന രീതിയിലാണ്. അതായത് നമുക്കൊരു പ്രോപ്പർ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. ഏറ്റവും ടോപ്പിലായിട്ട് എക്സോസ്റ്റ് ഫാൻ പോലത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അകത്തേക്കും പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള സൗണ്ട് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും നമുക്കവിടെ കിട്ടുന്നില്ല. ഈ കാണുന്നത് പഗോഡയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ. ആ സമയമായപ്പോഴേക്കും ഏകദേശം നല്ല രീതിയിൽ മഴക്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നത് കാണാനായിട്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ മെനു നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തിട്ട് അവിടെ പോയി ബില്ല് അടച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി ആ ബില്ല് കൊടുത്താൽ മതി. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ സെർവ് ചെയ്ത് തരും. ഞാൻ ഈ കാണുന്ന 2 വടാപ്പാവും ഒരു ചായയും കുടിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ട്. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചേട്ടനുണ്ടല്ലോ, മേ ബി പുള്ളി വന്നപ്പോൾ ഷോർട്സ് ഇട്ടുകൊണ്ടായിരിക്കും വന്നേക്കുന്നത്. ഈ പുള്ളിയുടെ കൂടെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു. 2 പേർക്കും ഇതേ രീതിയിലാണ് അവർ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മേളിലേക്ക് കയറ്റി വിട്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ആണായാലും പെണ്ണായാലും ഡ്രസ്സിങ് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരു ആൾക്കൂട്ടം കണ്ടത്. എന്നാൽ പിന്നെ ഞാനും കൈയിട്ട് വരിയപ്പോൾ കിട്ടിയ സാധനമാണ് ഈ കാണുന്നത്. എന്തോ നിസാം പാക്ക് പോലത്തെ ഒരു സാധനം. പക്ഷെ അത് പൊട്ടിച്ച് നോക്കി വായിലിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയത്. 2 സെക്കൻഡ് പോലും ഞാൻ വായിൽ വെച്ചില്ല. എനിക്ക് തുപ്പേണ്ടതായിട്ട് വന്നു. അവർക്കൊരു പക്ഷെ അത് കഴിച്ച് ശീലമുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ശീലമില്ലാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ്സ് കൊണ്ട് ഞാൻ അത് എവിടെയോ തുപ്പിക്കളഞ്ഞു. അങ്ങനെ പഗോഡയെക്കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞും അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല രീതിയിൽ ആ ക്ഷീണം നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ആദ്യം ഒന്ന് പേടിച്ചു, പിന്നീടാണ് മനസ്സിലായത് അവർ ഫുഡ് കൊടുത്തതാണ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നാടിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഫ്ലോട്ടിംഗ് സോളാർ പോലത്തെ എന്തൊരു സംഭവം കണ്ടത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അവിടെ എഴുതി വെച്ചതായിട്ട് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടില്ല. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സൊന്ന് ചെറിയ രീതിയിൽ വീണ്ടും ഒന്ന് ചാഞ്ചാടി. അതായത് ആ ബേഡ്സ് പാർക്കും അതായത് വാട്ടർ കിങ്ഡം ആ പാർക്ക് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. നെക്സ്റ്റ് ടൈം എന്തായാലും ഒന്നോടെ ഈ വഴി വരേണ്ടതായിട്ട് വരും എന്ന ദൃഢനിശ്ചയത്തോടെ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി. പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ പോകാൻ നേരത്തെ എൻ്റെ ദൈവമേ, തേനീച്ചയുടെ ഒരു കൂട് തന്നെ. ആരെങ്കിലും അറിയാണ്ട് എങ്ങനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് അവിടെയുള്ള സകലമാന ആൾക്കാരുടെ അവസ്ഥ അതോ. എന്തായാലും നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ആ ടിക്കറ്റ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം തിരിച്ച് ബോട്ടിൽ കയറാൻ നേരത്ത് ആ ഒരു ടിക്കറ്റ് നമുക്ക് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.